കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിനിടെ അകത്തും പുറത്തും സംഘർഷം. ചാൻസലറായ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങളെ യോഗത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കാതെ SFI പ്രതിഷേധിച്ചു. പത്മശ്രീ ജേതാവ് ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള 8 അംഗങ്ങളെ പുറത്തു നിർത്തി. 100ഓളം SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സെനറ്റ് ഹാളിൽ വൈസ് ചാൻസലറെ UDF പ്രതിനിധികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും പരാതി ഉയർന്നു. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് ഹൗസിൽ രാവിലെ 10 മണിയോടെയായിരുന്നു സെനറ്റ് യോഗം. 8 മണിയോടുകൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നോമിനേറ്റ് ചെയ്ത പത്മശ്രീ ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള 8 സെനറ്റ് അംഗങ്ങൾ യോഗസ്ഥലത്തെത്തി. അതിനു മുന്നേ സംഘപരിവാർ അനുകൂലികളെ സെനറ്റ് ഹാളിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന നിലപാടുമായി സെനറ്റ് ഹൗസിൽ SFI പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ഗേറ്റിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച സെനറ്റ് അംഗങ്ങളെ SFI പ്രവർത്തകർ തടഞ്ഞു. സംഘപരിവാറിന്റെ പ്രവർത്തകരായ നിങ്ങളെ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ നോമിനേറ്റ് ചെയ്തതിലുള്ള പ്രതിഷേധമാണ് ഞങ്ങളിവിടെ അറിയിക്കുന്നത്. അത് ജനാധിപത്യ മാർഗത്തിലാണ് ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത്. ആ നിലയിൽ ഞങ്ങളിത് തുടരുകയും ചെയ്യും. ഒരു തരത്തിലും നിങ്ങളെ ഇങ്ങോട്ട് കയറ്റരുത് എന്നുള്ളതാണ് സംഘടനയുടെ തീരുമാനം. സെനറ്റ് യോഗം കഴിയുന്നതിന് 10 മിനിറ്റ് മുൻപേ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസും SFIയും ഒത്തുകളിച്ചാണ് സെനറ്റ് ഹാളിനുള്ളിലേക്ക് തങ്ങളെ പ്രവേശിപ്പിക്കാതിരുന്നതെന്ന് പുറത്തു നിർത്തപ്പെട്ട സെനറ്റ് അംഗങ്ങൾ ആരോപിച്ചു. ഈ സെനറ്റ് യോഗം കഴിയുന്ന ആ സമയത്താണ് പോലീസ് നടപടികൾ ഉണ്ടായത്. അത് പോലീസും SFIയും തമ്മിലുള്ള ഒരു ഒത്താശയാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മറ്റ് പരാതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വൈസ് ചാൻസലറെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. യോഗത്തിലെ അജണ്ടയെ ചൊല്ലി സെനറ്റ് ഹാളിൽ ഇടത് UDF അംഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. SFI സമരത്തിനെതിരെ MSF സെനറ്റ് അംഗങ്ങളും രംഗത്തെത്തി. പ്രതിഷേധമറിഞ്ഞപ്പോൾ തന്നെ പോലീസിൽ വിവരം നൽകിയെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജും വ്യക്തമാക്കി. വരുന്ന സെനറ്റ് യോഗത്തിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. 24 തിരൂർ.